ലൈവിലിപ്പോൾ ബിന്നി നെവിന് ഉമ്മ കൊടുക്കുന്നുണ്ട്. സ്വേച്ഛാധിപതിയാണല്ലോ നെവിൻ. അപ്പോൾ നെവിൻ പറയുന്ന പോലെയൊക്കെ അവിടെ ഉള്ളൊരു കേൾക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ബിന്നിയെ വൺ ഡേ റാണിയായിട്ട് നിയമിച്ചിരിക്കുകയാണ്. പുതിയ റാണിയായിട്ട് നെവിൻ്റെ റാണിയായിട്ട് നെവിൻ തന്നെ നിയമിച്ചിരിക്കുകയാണ്. ഓൾറെഡി വേറെ ഒരു റാണി ഉണ്ടല്ലോ, പക്ഷേ ആ റാണി അറിയാതെയാണ് പുതിയ റാണിയെ നിയമിച്ചിരിക്കുന്നത്. അത് കേട്ടപ്പോൾ ബിന്നിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഇങ്ങനെ റാണിയായിട്ട് നിയമിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബിന്നി ഒരു ഫ്ലൈങ് കിസ് കൊടുക്കുന്നു. നെവിൻ തിരിച്ചും ഫ്ലൈങ് കിസ് കൊടുക്കുന്നുണ്ട്. ഇത് അനീഷ് കണ്ടിട്ട് അനീഷ് പറയുന്നുണ്ട്, രാജൻ അത് വേണോ? കാരണം രാജൻ്റെ മന്ത്രിയാണ് അനീഷ്. അപ്പോൾ അനീഷ് ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയും. അപ്പോൾ ബിന്നിയെ നിയമിക്കുന്നതിൽ എതിർപ്പ് കാണിക്കുന്നുണ്ട് അനീഷ്. അത് വേണോ? ഓൾറെഡി ഒരു റാണി ഇല്ലേ രാജൻ? അപ്പം നെവിൻ പറയുന്നു, അത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയുന്നു. അപ്പോൾ തൊട്ടടുത്ത് അഭിലാഷും ഒനിയിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒനിയിൽ ചോദിക്കുന്നുണ്ട്, ഭടന്മാർക്ക് ദാസിമാരെ കിട്ടുന്നില്ല, അതും കൂടെ ഒന്ന് ഒപ്പിച്ച് തരാമോ രാജൻ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അഭിലാഷ് തൊട്ടപ്പുറം ഇരുന്ന് പറയുകയാണ്, നല്ലതിനെല്ലാം രാജൻ എടുത്തു, ഇനിയുള്ളതെല്ലാം ഓൾഡ് പീസാന്ന് അഭിലാഷ് പറയുന്നുണ്ട്. കേട്ടിട്ട് എല്ലാവരും തന്നെ ചിരിക്കുന്നുണ്ട്. എന്തായാലും രാജൻ്റെ വാഴ്ച അടിപൊളിയാണ്. ബിഗ് ബോസിൻ്റെ ലൈവിൽ കോമഡി നടക്കുകയാണ്. ഇവരെ നെവിൻ സ്വേച്ഛാധിപതി ആയപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചതാണ് നെവിൻ ഒരു കലക്കുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.